നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ന് കേരളം ഹർത്താലിലേക്ക് നീങ്ങുകയാണ്. മറ്റൊരു ഹർത്താലിലേക്ക്. കേരളത്തിൻ്റെ സംസ്ഥാനോത്സവമാണല്ലോ ഹർത്താൽ. ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി വരുന്നു. കാരണം ഒരു ജാതി അധിക്ഷേപം നേരിട്ടതിനെ തുടർന്നുണ്ടായ മനോവ്യഥയിലാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട, അദ്ദേഹത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെയും ഭാഷ്യം. പക്ഷേ പോലീസ് പറയുന്നത് ജാതി അധിക്ഷേപം നടന്നിട്ടില്ല. പക്ഷേ ഈ പ്രതികളായി, ഈ ആത്മഹത്യയ്ക്ക് പ്രേരക ശക്തികളായി പ്രവർത്തിച്ച പ്രതികൾ എന്നുള്ള നിലയിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായിട്ടുള്ള ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും, ഇവർ രണ്ടുപേരും നിതിനെ ഒരുപാട് അധിക്ഷേപിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു. അതിൽ തന്നെ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. കാരണം ജാതി അധിക്ഷേപം നടത്തിയതായിട്ട് യാതൊരു തെളിവുമില്ല, അവരുടെ പേരിൽ ഇത്തരത്തിലൊരു പ്രേരക കുറ്റം ചുമത്തുവാനുള്ള യാതൊരു തെളിവുമില്ല എന്നുള്ള കാര്യം നിരീക്ഷിച്ച് കോടതി ജാമ്യം നൽകിയിരുന്നു, കർശനമായ വ്യവസ്ഥകളോടുകൂടി തന്നെ. പക്ഷേ ഒന്നാം പ്രതിയായ ഡോക്ടർ റാമിൻ്റെ ജാമ്യ അപേക്ഷ കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഡോക്ടർ റാമിൻ്റെ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം വളരെ മോശമാണ്. ഒരു അധ്യാപകൻ ഒരു തരത്തിലും വിദ്യാർത്ഥികളോട് പെരുമാറുവാൻ പാടില്ലാത്ത തരത്തിൽ, നീചമായ തരത്തിലാണ് ഡോക്ടർ റാം വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ജാതി അധിക്ഷേപം എന്നൊരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. കോടതിയും അത് സമ്മതിക്കുന്നു ഫലത്തിൽ. കാരണം ഡോക്ടർ റാമിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിൽ പോലും അവിടെയും അയാൾ പോലും ജാതി അധിക്ഷേപം നടത്തിയെന്ന് കോടതി നിരീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് അയാൾ നീങ്ങുകയും അവിടെ നിന്ന് മുൻകൂർ ജാമ്യം ഒരുപക്ഷെ അയാൾക്ക് ലഭിക്കുകയും ചെയ്തേക്കാം. പക്ഷേ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപം എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാൽ മാത്രമേ ഈ കേസ് ഗൗരവതരമായി കണക്കാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെയും നിതിൻ്റെ കുടുംബത്തിൻ്റെയും ഭാഷ്യം. നിതിൻ്റെ കുടുംബം പറയുന്നത് നിതിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞൊരു തെളിഞ്ഞു വരുന്നൊരു ചിത്രം, ഇതിലൊരു ലോൺ ആപ്പ് സംബന്ധിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ലോൺ ആപ്പിൽ നിന്ന്, ഇൻസ്റ്റാ ലോൺ ആപ്പ് എന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പണം കടമെടുക്കുകയും അത് സംബന്ധിച്ച് കോളുകൾ വരികയും അതിനെ തുടർന്ന് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലാവുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു നിതിൻ എന്ന് കോടതി പോലും ആ ജാമ്യാപേക്ഷയിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. പോലീസിൻ്റെയും ഭാഷ്യം അത് തന്നെയാണ്. ഈ ലോൺ ആപ്പിലൂടെ കടമെടുക്കുക എന്നുള്ളത് മലയാളിക്ക് പുതിയൊരു സംഭവമല്ല. അതിൻ്റെ മേൽ സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ വരികയും അതേ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകളും വീട്ടുകാരറിയാതെ മറ്റിടപാടുകളിലേക്ക് പോവുകയും ചെയ്യുന്നതൊന്നും മലയാളിക്ക് പുതിയ വാർത്തകളല്ല. മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു 5-1 എങ്കിലും ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്ത വ്യക്തിയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ലോൺ ആപ്പിൻ്റെ ഒരു സാന്നിധ്യം മലയാളി സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം തള്ളിക്കളയുവാൻ സാധിക്കില്ല. അതിൻ്റെ പിന്നാലെ, അതിൽ നിന്ന് ആ ആപ്പിലൂടെ കടമെടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നാലെ വരുന്ന സമ്മർദ്ദങ്ങൾ മലയാളിയുടെ മൃദുമനസ്സിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇവിടെ പ്രശ്നം ജാതിയാണ്. ഈ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനായി നിരവധി വകുപ്പുകൾ നമ്മുടെ നിയമത്തിലുണ്ട്. കാരണം അവർക്ക് നേരെ ഉയരുന്ന അധിക്ഷേപങ്ങളെ തടയുവാനും അതിന് തക്കതായ ശിക്ഷ നൽകുവാനും വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയിൽ ബാധകമാണോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ബാധകമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഞാൻ പറയുന്നതല്ല, കോടതിയുടെ നിരീക്ഷണം. തൽക്കാലം ആ നിരീക്ഷണം നമുക്ക് മുഖവിലക്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ പറയുന്ന ഇത്തരം വകുപ്പുകൾ ചുമത്തി പ്രതികളെ പെട്ടെന്ന് പിടിച്ച് നിയമത്തിന് മുൻപിൽ എത്തിക്കണമെന്ന് പറയുന്ന കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു മദ്രസാ പീഡനങ്ങൾ നിത്യസംഭവമാണ്. ഈ ലോൺ ആപ്പ് പോലെ തന്നെ മലയാളി സമൂഹത്തിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കേൾക്കുന്ന വാർത്ത ആണ് മദ്രസാ പീഡനം. നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ മദ്രസാ പീഡനങ്ങൾ നടത്തുന്ന ഉസ്താദുമാരുടെ പേരിൽ UAPA ചുമത്തണം എന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി നിയമത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി
എല്ലാ ഉസ്താദുമാരുടെ മേലും UAPA ചുമത്തുകയാണ്. മദ്രസാ പീഡനത്തിൽ പ്രതികളാകുന്ന ഉസ്താദുമാരുടെ മേലെല്ലാം UAPA ചുമത്തുകയാണ് എന്ന് സങ്കല്പിക്കുക. കോടതിയിലെത്തുമ്പോൾ തന്നെ ഈ കേസ് തള്ളിപ്പോവും. കാരണം ഈ വകുപ്പ് നിലനിൽക്കില്ല. കാരണം അൺലോഫുൾ ആക്ഷൻസ് പ്രിവെൻഷൻ ആണ് UAPAയുടെ ഉദ്ദേശം. അൺലോഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മദ്രസാ പീഡനം അൺലോഫുൾ അല്ലേ? ആണ്. പക്ഷേ UAPAയുടെ ഉദ്ദേശം ഭീകരവാദ സംബന്ധമായ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ, രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തടയുക എന്നുള്ളതാണ്. ആ വകുപ്പ് മദ്രസാ പീഡനത്തിൽ ബാധകമാകില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തള്ളിപ്പോകും. നിരന്തരമായി ഇത്തരം കേസുകളിൽ UAPA ചുമത്തുന്ന കേസുകളിൽ മദ്രസാ പീഡനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് തള്ളി പോവുകയാണെങ്കിൽ UAPA നിയമത്തിൻ്റെ ഒരു പൊതുബോധത്തിൽ UAPA നിയമം സംബന്ധിച്ചുള്ള ഒരു പ്രതിച്ഛായ എന്തായിരിക്കും? അത് ഒരു ഗുണവുമില്ലാത്തൊരു നിയമമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ നിയമത്തിൻ്റെ ഒരു ശക്തി തന്നെ ദുർബലമായി പോകും. അതുപോലെ തന്നെയാണ് ഈ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ കാര്യവും. ആവശ്യമില്ലാത്ത കേസുകളിൽ അത് ചുമത്തപ്പെട്ടാൽ കോടതിയിലെത്തുമ്പോൾ അത് തള്ളിപ്പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എത്രത്തോളം സമ്മർദ്ദം തെരുവിലിറങ്ങി നടത്തിയാലും ചില കോടതികൾ, കീഴ്ക്കോടതികൾ വഴങ്ങിയേക്കാം. ഒടുവിൽ സുപ്രീം കോടതിയിലെത്തുമ്പോൾ അത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ തള്ളിക്കളയും. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമീപകാലത്ത് തന്നെ ഒരു നിയമം കൊണ്ടുവരാനായി സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആ നിയമനിർമ്മാണം നടത്തിയിട്ട് ആ നിയമം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് സുപ്രീം കോടതി തന്നെ അതിന് തടയിട്ടു. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനായി അല്പം കടന്നുള്ളൊരു നിയമം. അതൊരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ നിയമത്തിൻ്റെ ദുരുപയോഗം സംബന്ധിച്ച്, ദുരുപയോഗം നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2016 ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല എന്ന വിദ്യാർത്ഥി. ഹൈദരാബാദ് സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തപ്പോൾ ജാതി സംബന്ധമായ അധിക്ഷേപം നേരിട്ടു. ദളിതനാണ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് രോഹിത് വെമുല എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തി നിരവധി സംഘടനകൾ തെരുവിലിറങ്ങുകയും വിദ്യാർത്ഥി സംഘടനകൾ രാജ്യമൊട്ടാകെ പ്രതിഷേധം അലയടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ട് എന്താണ്? രോഹിത് വെമുല പട്ടികജാതി പട്ടികവർഗക്കാരനെ ആയിരുന്നില്ല. വധേര വിഭാഗത്തിൽപ്പെട്ട OBC, അതർ ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയാണ് അദ്ദേഹം PhD ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അഡ്മിഷൻ നേടുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നാണ് തെലങ്കാന പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഈ ആരോപണ വിധേയരായിരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും നിരവധി പേരുടെ മേൽ കേസ് ചുമത്തപ്പെട്ടിരുന്നു. അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകി അവരെ എല്ലാം വെറുതെ വിടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ ദളിത് സംരക്ഷണം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം എന്ന ഒരു ആവശ്യമുയർത്തി രോഹിത് വെമുലയെ ഒരു ബിംബമായി ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചവരെല്ലാം നിശബ്ദരായി. ഇങ്ങനെയൊന്നും നടന്നു എന്നുള്ളൊരു ഭാവമേ അവർ കാണിക്കുന്നില്ല. പക്ഷേ കർണാടക സർക്കാർ രോഹിത് വെമുല ആക്ട് എന്നൊരു ആക്ട് പാസ്സാക്കി പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനായി. ആലോചിച്ച് നോക്കൂ, എത്ര വൈരുദ്ധ്യാത്മകമാണ്. രോഹിത് വെമുല പട്ടികജാതി പട്ടികവർഗക്കാരനായിരുന്നില്ല. അടിസ്ഥാനപരമായിട്ടിത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ ആക്ടിനെ, ഈ ഒരു സംരക്ഷണ ആക്ടിൻ്റെ പേരിനെ പോലും ആരെങ്കിലും സുപ്രീം കോടതിയിൽ എതിർത്ത് ഒരു ഹർജി സമർപ്പിച്ചാൽ വിധി എന്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ആക്ടിൻ്റെ കാര്യത്തിൽ നിരവധി ചോദ്യങ്ങളും സംവാദങ്ങളും ഉയരും. രോഹിത് വെമുല വീണ്ടും ചർച്ചയിലേക്ക് വരും. പട്ടികജാതി പട്ടികവർഗക്കാരെ എങ്ങനെയാണ് പല സംഘടനകളും കബളിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ച്, കബളിപ്പിക്കുന്നതിനെ എന്ന് പറയുന്നത് ഒരു ദുരുദ്ദേശവും വെച്ച് ഞാൻ പറയുന്നതല്ല, ഇത് കബളിപ്പിക്കുക തന്നെയാണ്. കാരണം രോഹിത് വെമുല OBC-കാരനായ രോഹിത് വെമുല SC/ST-കാരനായിരുന്നു എന്ന് പറഞ്ഞ് നടത്തിയ പ്രതിഷേധങ്ങൾ കബളിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു? ഇതവർക്ക് അറിയാൻ വയ്യാതെ ആയിരുന്നു, അവർക്കറിയില്ലായിരുന്നു. അവർ അങ്ങ് രോഹിത് വെമുല പറഞ്ഞത് വിശ്വസിക്കുകയായിരുന്നു എന്നത് നമുക്ക് തൽക്കാലം മുഖവിലയ്ക്ക് എടുത്താൽ തന്നെ തെലങ്കാന പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയും ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് രോഹിത് വെമുല വധേര വിഭാഗത്തിൽപ്പെട്ട OBC-കാരനായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഇവരൊരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയില്ല? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ഇന്നയാൾ ഇതായിരുന്നു. എന്നാലും രോഹിത് വെമുലയോട് ഇത്തരത്തിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ
നടന്നിട്ടുണ്ടെങ്കിൽ, സർവകലാശാലയിൽ രോഹിത് വെമുലയ്ക്ക് നേരെ എന്തെങ്കിലും ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ്, ആ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണം എന്നൊരു പത്രക്കുറിപ്പെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന, ഈ രോഹിത് വെമുല പീഡനം നേരിട്ടു, പട്ടികജാതിക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ പട്ടികവർഗ്ഗക്കാരനായതുകൊണ്ട് പീഡനം നേരിട്ടു എന്ന് ആരോപിച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് രാജ്യമൊട്ടാകെ കുഴപ്പങ്ങളുണ്ടാക്കി ഏതെങ്കിലും ഒരു സംഘടന ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തി നിങ്ങൾ കണ്ടോ? തെലങ്കാന പോലീസിൻ്റെ അവസാന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇല്ല. അതാണ് പറഞ്ഞത്, ഇത് കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയായിരുന്നു. അത്തരത്തിലുള്ളൊരു കബളിപ്പിക്കൽ ഇക്കാര്യത്തിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ വേണം, നിതിൻ രാജിന് നീതി ലഭിക്കുക തന്നെ വേണം. ഒരു ലോൺ ആപ്പിലൂടെ കടമെടുത്തതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം നിതിൻ രാജിനെ വേട്ടയാടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മാനസിക സമ്മർദ്ദം നിതിൻ രാജിന് മേലെ ആ ലോൺ ആപ്പുകാർ ചെലുത്തിയിരുന്നെങ്കിൽ അതും കുറ്റകരമായിട്ടുള്ള ഒരു കൃത്യം തന്നെയാണ്. അതിൻ്റെ ശിക്ഷ അവർക്ക് നൽകണം. എന്തായിരുന്നു സംഭവം എന്നുള്ള സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആക്റ്റുകളും നിയമങ്ങളും ഈ കേസിൽ ചുമത്തണമെന്ന് ആരെങ്കിലും നിർദ്ദേശിച്ചാൽ അത് ഒന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ കബളിപ്പിക്കുവാൻ വേണ്ടിയുള്ള പൊതുജനത്തിനെ, പൊതുബോധത്തെ സ്വാധീനിക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനൊരു ഉദാഹരണം കൂടി പറയാം. ഈ നിതിൻ രാജുമായി സംബന്ധിച്ച് തന്നെ നിതിൻ രാജിൻ്റെ ആത്മഹത്യ നടന്നതിൻ്റെ പിറ്റേ ദിവസം ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. പുറത്തു നിന്നുള്ള ഫണ്ടിങ് എല്ലാം അതിനുണ്ട്, ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ് പോലും അതിനുണ്ട്. കട്ടിംഗ് സൗത്ത് പോലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തലത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് ന്യൂസ് മിനിറ്റ്. ന്യൂസ് മിനിറ്റിൻ്റെ ഒരു ലേഖനം പുറത്തു വന്നിരുന്നു. ലേഖനമാണോ അതിലെ ധന്യാരാമൻ്റെ ഒരു എക്സ്പോസ്റ്റ് എന്ന് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. എന്തായാലും ന്യൂസ് മിനിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധന്യാരാമൻ പുറത്തുവിട്ട ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താശൽക്കം പുറത്തു വന്നിരുന്നു. ജാതിയില്ല എന്ന് പറയുന്നവർക്ക് മുഖമടിച്ചുള്ള ഒരു അടിയാണ്, അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇത്രയാണ്, മുഖമടിച്ചുള്ള ഒരു അടിയാണ് നിതിൻ രാജിൻ്റെ ആത്മഹത്യ. ഇപ്പോഴും നിതിൻ രാജിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പറയുന്നു, ജാതി അധിക്ഷേപം നേരിടുന്നുണ്ട് ആളുകൾ കേരളത്തിൽ പോലും എന്നുള്ള തരത്തിലൊരു കുത്തിത്തിരിപ്പ് പോസ്റ്റ് വന്നിരുന്നു, അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ചിന്താശൽക്കം പൊതു സമൂഹത്തിലേക്ക് പരക്കപ്പെട്ടു അല്ലെങ്കിൽ പരത്തപ്പെട്ടു. എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? വെറും കുത്തിത്തിരിപ്പ് മാത്രമാണ്, ശുദ്ധമായ കുത്തിത്തിരിപ്പ് മാത്രമാണ്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച്, കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് ജാതി അധിക്ഷേപം ഇതിലൊരു വിഷയമേ അല്ല. അധിക്ഷേപം വിഷയമാണ്. ഡോക്ടർ റാമിനെ പോലെ നീചനായിട്ടുള്ള ഒരു വ്യക്തി ഏതൊരു കുട്ടിയെയും ഇടിച്ചു താഴ്ത്തി ആ കുട്ടിയുടെ ഒരു ആത്മവിശ്വാസം നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണം അല്ലെങ്കിൽ സംസാരം നിരന്തരമായി വിദ്യാർത്ഥികളോട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു. നിറം വെച്ച് അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ കറുത്തവനെ മാത്രമല്ല, വെളുത്തവനെ വെള്ളപ്പാറ്റ എന്നുവരെ വിളിക്കുന്ന രീതി അയാൾക്കുണ്ടായിരുന്നു. ഇത് ശരിയാണെന്നല്ല പറയുന്നത്, ഇത് തീർത്തും തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു അധ്യാപകൻ, ഒരു ഗുരുനാഥൻ ചെയ്യേണ്ട പ്രവൃത്തിയെയല്ല അയാളെ ഗുരുനാഥൻ എന്ന് പോലും വിളിക്കുവാൻ സാധ്യമല്ല. അത്തരത്തിലുള്ളൊരു നീചനെ ആ പ്രവർത്തികളുടെ പേരിൽ വേണം ശിക്ഷിക്കുവാൻ. പക്ഷേ ഇല്ലാത്തൊരു ജാതി അധിക്ഷേപം അതിലേക്ക് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി അതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിച്ചെന്ന് വരാം. മേൽക്കോടതികളിൽ നിന്ന് അയാൾ കൃത്യമായിട്ട് ഈ FIR തന്നെ, ഈ കേസ് തന്നെ ഇല്ലാതാക്കി പുറത്തു വരുവാനുള്ള സാധ്യത കൂടുകയും അതിലൂടെ നിതിൻ രാജിന് ലഭിക്കേണ്ട നീതി നഷ്ടമാകുകയും ചെയ്യും. ഒപ്പം ഈ ലോൺ ആപ്പിൻ്റെ പ്രശ്നം നിതിൻ രാജിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമായിരുന്നുവെങ്കിൽ അതിനൊരു പരിഹാരമില്ലാതെ തുടരുകയും ചെയ്യും. ഒരുപക്ഷെ സാമൂഹ്യ സംഘടനകളെല്ലാം ആ ലോൺ തിരിച്ചടയ്ക്കുവാനുള്ള വഴി കണ്ടെത്തി അവർക്ക് നൽകിയേക്കാം. അല്ലെങ്കിൽ അങ്ങനെ നൽകി എന്നൊരു സാഹചര്യം സങ്കല്പിക്കുക. അങ്ങനെ നൽകിയാൽ എന്ത് സംഭവിക്കും? ഈ നിതിൻ രാജിന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ലോൺ ആപ്പിൻ്റെ ആളുകൾ ആ തുകയും വാങ്ങി സുഖമായി അടുത്ത നിതിൻ രാജിനെ തേടിപ്പോകും. അവർ ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ ശിക്ഷയെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിതിൻ രാജിൻ്റെ പേരിങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിനെ എല്ലാവരും മറന്നുപോയി. ആരായിരുന്നു സിദ്ധാർത്ഥ്? 2014 SFIക്കാരുടെ ക്രൂരതയ്ക്ക് വിധേയനായി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന, എന്നാൽ കൊല്ലപ്പെട്ടു എന്ന് കുടുംബക്കാർ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന ഒരു വെറ്റിനറി വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. ദിവസങ്ങളോളം SFIക്കാരുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി
കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിനെ എല്ലാവരും മറന്നു. സിദ്ധാർത്ഥിന് വേണ്ടി തെരുവിലിറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പ്രതികൾ SFIക്കാരനായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കബളിപ്പിക്കലിനോ കുത്തിത്തിരിപ്പിനോ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രം സിദ്ധാർത്ഥ് വിസ്മൃതിയിലേക്ക് പോയി. പക്ഷേ രോഹിത് വെമുല എന്നുള്ളൊരു തെറ്റായ ബിംബത്തെ ഉയർത്തി ഇപ്പോഴും ഈ നിതിൻ രാജിനെ പോലുള്ള പാവപ്പെട്ട ഒരുപാട് ജീവിതം മുന്നിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയെ, പഠിക്കാൻ മിടുക്കനായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മിടുക്കനായൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ മാനസിക സമ്മർദ്ദങ്ങൾ കാരണം ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരായിരുന്നു ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ആ കോളേജിലെ മാനേജ്മെൻറ്റും മറ്റധ്യാപകരുമെങ്കിൽ അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ, എടുത്തു പറയുന്നു, ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ പോലീസിന് സംഭരിക്കുവാൻ സാധിച്ചാൽ ആദ്യം ചുമത്തേണ്ട വകുപ്പ് ജാതി അധിക്ഷേപത്തിൻ്റെ പേരിലുള്ള വകുപ്പ് തന്നെയാണ്. അതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം. ഇനി ജാതി അധിക്ഷേപം നടന്നിട്ടില്ല എങ്കിൽ അത്തരത്തിലൊരു വ്യാജ വകുപ്പ് അല്ലെങ്കിൽ ഒരു വ്യാജ കുറ്റപത്രം അവരുടെ മേൽ ചുമത്തിയാൽ അവർ രക്ഷപ്പെട്ടു പോകുവാനുള്ള മറ്റ് കുറ്റകൃത്യങ്ങളുടെ പേരിൽ. കാരണം ഈ സംഗീത നമ്പ്യാരുടെ കാര്യം കൃത്യമായിട്ട് അറിയില്ല, കാരണം അതിന് തെളിവുകൾ വന്നില്ല. ഡോക്ടർ റാം വളരെ നീചമായി തന്നെ വിദ്യാർത്ഥികളോട് പെരുമാറി അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ആയിരുന്നു കോളേജിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഏതാണ്ട് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നമുക്ക് വിധി കൽപ്പിക്കുവാനുള്ള അവകാശമില്ല, അധികാരവുമില്ല. പക്ഷേ പുറത്തു വന്ന വിവരങ്ങളും കണ്ട വാർത്തകളും കേട്ട വോയിസ് ക്ലിപ്പുകളും എല്ലാം നമ്മളോട് പറയുന്നത് ഡോക്ടർ റാം വളരെ നീചനായ ഗുരുനാഥൻ എന്ന പദവിക്ക് യാതൊരു അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. ജാതി അധിക്ഷേപത്തിൻ്റെ പേരിലല്ല. തൽക്കാലം നമ്മുടെ മുൻപിലുള്ള തെളിവുകൾ വെച്ച് പറയുകയാണ്. മുൻപിൽ പോലീസിൻ്റെ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും നമുക്ക് പരിശോധിക്കാൻ ലഭിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട കോടതി ജാമ്യാപേക്ഷകളിൽ നടത്തിയ നിരീക്ഷണങ്ങൾ, ജാമ്യാപേക്ഷകൾ വിധികൾ പുറപ്പെടുവിച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പറയുകയാണ്. തൽക്കാലം ജാതി അധിക്ഷേപം എന്നൊരു വകുപ്പ് ഇതിൽ നിലനിൽക്കില്ല. എന്തായാലും നിതിൻ രാജിന് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ വീണ്ടും പങ്കുചേരുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.